കമ്പൽ മാറൻ എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഈശോ മിശിഹായുടെ ഈ വാക്യം അനർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റർ ഗ്രേസിന്റെ ജീവിതം. പകരം നൽകാൻ ഒന്നുമില്ലാത്തവരെ ശുശ്രൂഷിക്കുന്ന ജീവിതം. എവിടെയെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെന്നറിഞ്ഞാൽ അവരെ ചേർത്ത് നിർത്താൻ വെമ്പൽ കൊള്ളുന്ന സിസ്റ്റർ ഗ്രേസ്. സിസ്റ്റർ ഗ്രേസ് എപ്പോഴും പറയുമായിരുന്നു, ദൈവം പാവപ്പെട്ടവരുടെ കൂടെയാണ് എന്ന്. ആകാശപ്പറവയിൽ അനേകരെ തീറ്റിപ്പോറ്റുമ്പോഴും പുറത്തുനിന്ന് സഹായത്തിനായി കടന്നു വരുന്ന മനുഷ്യർക്ക് ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യുക എന്നത് അമ്മയുടെ സ്വഭാവമായിരുന്നു. നാളത്തേക്കുള്ളത് ദൈവം തരുമെന്ന പൂർണ്ണമായ വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു. ദുഃഖിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അഭയകേന്ദ്രമായി പൊടിമറ്റം മുതൽ അണക്കര, രാമക്കൽമേട്, കൊച്ചറ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമേകി അനേകം നന്മ പ്രവർത്തികൾ ചെയ്ത് ഉറച്ച ബോധ്യങ്ങളോടെ, ചങ്കുറപ്പോടെ, പതറാത്ത പാദങ്ങളോടെ നടന്നു നീങ്ങിയ FCCയുടെ പ്രിയപ്പെട്ട മകൾ. ആധുനിക കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി സിവിൽ നിയമങ്ങൾ മുതൽ ഓരോ ദിവസവും ഇറങ്ങുന്ന ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും പഠിച്ച് അതിൽ പാവങ്ങളെ സഹായിക്കാനുള്ള എന്തെങ്കിലുമുണ്ടോ, പാവപ്പെട്ടവർക്ക് നിലനിൽക്കാൻ പറ്റിയ സാധ്യതകളുണ്ടോ എന്ന് പഠിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ദിനരാത്രങ്ങൾ. താൻ മാത്രമല്ല, തൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അറിവുള്ളവരായിരിക്കണമെന്ന് സിസ്റ്റർ ഗ്രേസിന് നിർബന്ധമുണ്ടായിരുന്നു. സിറോ മലബാർ സഭയുടെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ FCC സെന്റ് തോമസ് പ്രോവിൻസിന്റെ തെറ്റുവരാത്ത ശബ്ദമായിരുന്നു സിസ്റ്റർ ഗ്രേസ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിന്നെയും എന്നെയും ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നമെന്ന് സിസ്റ്റർ ഗ്രേസ് തെളിയിച്ചു. അതുകൊണ്ട് തന്നെ രാവേറിയാലും പ്രാർത്ഥനയിലായിരിക്കുന്ന, പ്രഭാതത്തിൽ വരെ ജാഗരണത്തിലായിരിക്കുന്ന അമ്മയെ സഹോദരിമാർക്ക് മിക്കവാറും കാണാൻ കഴിയുമായിരുന്നു. ദീർഘവീക്ഷണത്തോടെ പ്രോവിൻസിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ അസിസി ട്രസ്റ്റ് രൂപീകരിച്ച് വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് അമ്മ മുൻകൈയെടുത്തു. മുണ്ടക്കയം ആകാശപ്പറവ, ചോറ്റി അസിസി ഓൾഡ് ഏജ് ഹോം, അസിസി തുടർ പരിശീലന കേന്ദ്രം എന്നിവ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഗ്രേസിന്റെ ദീർഘവീക്ഷണത്താൽ സ്ഥാപിതമായവയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സേവിക്കാനുള്ള, ശുശ്രൂഷിക്കാനുള്ള നല്ല മനസ്സിന്റെ ഉടമ. വിവിധ പ്രശ്നങ്ങളിലുള്ളവരെ ജീവിക്കാൻ പഠിപ്പിച്ച അമ്മ. എല്ലാവരിലും, പ്രത്യേകിച്ച് പാവങ്ങളിൽ, അനാഥരിൽ, മാനസിക രോഗികളിൽ ഈശോയുടെ മുഖം ദർശിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ ഗ്രേസ്. ഒരു മിഷണറിയുടെ എല്ലാ ചൈതന്യവും ഒത്തിണങ്ങിയ ഒരമ്മ. മറ്റുള്ളവരുടെ നന്മ കാണുകയും നന്മ കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതം. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരിക്കുന്ന കാലഘട്ടത്തിലെ തിരക്കുകൾക്കിടയിൽ പോലും കോളനികൾ സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന അമ്മ. നിർധനരായ കുട്ടികളെ പഠിപ്പിക്കാൻ, ധനസഹായ പദ്ധതികൾ ആരംഭിക്കാൻ, സ്ത്രീകളുടെ സമുദ്ധാരണത്തിനായി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ, പാറത്തോട്, അണക്കര ഭാഗങ്ങളിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ച് വ്യത്യസ്തമായ രീതിയിൽ ജനത്തെ പുനരുദ്ധരിക്കാൻ ജീവിതത്തിലെ ഏറിയ സമയവും അമ്മ ചെലവഴിച്ചു. സന്യാസിനി സമൂഹത്തിലെ രോഗികളായ സിസ്റ്റേഴ്സിനെ എത്ര തിരക്കിനിടയിലും സന്ദർശിക്കുവാനും ശുശ്രൂഷിക്കുവാനും അമ്മ താല്പര്യം കാണിച്ചിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ലാളിത്യം അതേപടി ജീവിക്കാൻ, വിശുദ്ധ ക്ലാരിയുടെ സ്നേഹചൈതന്യം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ, വിശുദ്ധ അൽഫോൻസാമയുടെ കരുതലിന്റെ നിറവ് പകരാൻ, വാഴ്ത്തപ്പെട്ട റാണി മരിയായുടെ ബാച്ചുകാരി എന്നതിനോടൊപ്പം ആ പ്രേക്ഷിത ചൈതന്യം സ്വന്തം ജീവിതത്തിൽ ആവഹിക്കാൻ കലർപ്പ് കൂടാതെ ശ്രമിച്ച വ്യക്തിയാണ് സിസ്റ്റർ ഗ്രേസ്. പൊടിമറ്റത്തിന്റെയും മുണ്ടക്കയത്തിന്റെയും അണക്കരയുടെയും എന്നല്ല, കാഞ്ഞിരപ്പള്ളി മുതൽ രാമക്കൽമേട് വരെയുള്ളവർക്ക് മദർ തെരേസയായി മാറിയ സിസ്റ്റർ ഗ്രേസ് ഈ ലോകത്തോട് വിട പറയുന്നത് ഒരുപാട് നന്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവരുടെ ക്ഷേമത്തിനു വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ മരണത്തിന്റെ തലേനാൾ തന്നെ സന്ദർശിച്ച സഹോദരിമാരോട് അമ്മ സ്നേഹപൂർവ്വം പറഞ്ഞു, ചിലർ അങ്ങനെയാണ്, വന്നുപോകുന്ന സമയം കൊണ്ട് തന്നുപോകുന്ന ഓർമ്മകൾ വലുതാക്കും. ചെയ്ത നന്മകൾക്കെല്ലാം നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ ഈശോ മിശിഹായിൽ നിന്ന് പ്രതിഫലം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറുവ
കുർബാന ലേൽബാസ് മയ്യാദ് കാരേ